ഹെൽത്ത് കെയർ സെഗ്മെന്റുമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയത്തുള്ള ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിലാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടും അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി സാധ്യമല്ലാത്തവർ ഒരു പക്ഷെ നമുക്ക് ചുറ്റിലും ഉണ്ടാകാം. അത്തരത്തിലുള്ള ദമ്പതികൾക്ക് വളരെ സയന്റിഫിക് ആയ ഫലപ്രദമായ ഒട്ടേറെ ചികിത്സാ രീതികൾ ഇന്ന് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയാം ഇന്നത്തെ ഹെൽത്ത് കെയർ സെഗ്മെന്റിലൂടെ. ഇന്നത്തെ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നമുക്കൊപ്പം ഉള്ളത് ഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ സിമി മോഹൻദാസ്. ഹലോ ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. ഹലോ. എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആയിട്ടാണ് കൂടുതൽ ഇവിടെ പേഷ്യൻസ് ഡോക്ടറിനെ കാണാൻ വരുന്നത്? നമ്മൾ ബ്ലിസ്സിൽ ഓഫർ ചെയ്യുന്നത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അതാവാത്ത ദമ്പതിമാരാണ് എന്നെ കാണാൻ വരിക. അതിൽ വരുന്ന ഒരു ഗ്രൂപ്പിന്റെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർ PCOS ഉള്ളവരുണ്ട്, PCOD എന്നൊക്കെ പറയുന്ന അസുഖമുള്ളവരുണ്ടാവാം, എൻഡോമെട്രിയോസിസ് ഉള്ളവരുണ്ടാവാം, സ്ത്രീ വന്ധ്യതയുടെ അത്രയും തന്നെ പുരുഷ വന്ധ്യതയുണ്ട്, അതുണ്ടാവാം. പിന്നെ കുറേ കാലം ടെസ്റ്റൊക്കെ ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയണു, എന്നിട്ടും പ്രഗ്നൻസി ആവുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാവാം. IVF ചെയ്തവര് പരാജയപ്പെട്ടവരുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആർക്കൊക്കെയാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെ തീരുമാനിക്കുക? അതായത് നമുക്ക് ഓരോ അസുഖത്തിന്റെയും കാരണം കണ്ടുപിടിച്ച് അതിനെന്താണോ സയന്റിഫിക് ആയിട്ട് വേണ്ടതെന്നുള്ളതിന്റെ എല്ലാ അസുഖത്തിനും അതിന്റെ കൃത്യമായ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പം ചെറിയ പുരുഷവന്ധ്യതയാണെങ്കിൽ നമ്മൾ IUI പോലത്തെ ചികിത്സകൾ ചെയ്താൽ മതി. IVF വേണ്ടുന്ന പുരുഷവന്ധ്യത ഉള്ളവരുണ്ട്. ചിലര് മരുന്ന് കൊടുത്ത് ഗുളിക കൊടുത്ത് തന്നെ മാറുന്ന. അപ്പോൾ ഓരോന്നിന്റെ ബ്ലഡ് ടെസ്റ്റോ സ്പേം ടെസ്റ്റോ സ്കാനോ ഒക്കെ നോക്കിയിട്ട് അതിൽ ഏത് തരത്തിലാണോ ആ പേഷ്യന്റിന് ഒരു പേഷ്യന്റ് ടൈലേർഡ് അപ്രോച്ച്, അവർക്ക് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുക, അത് ചികിത്സയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ പ്രോബ്ലംസ് ആയിട്ടാണ് ഇവിടെ കൂടുതൽ പേരും ഡോക്ടറെ കാണാൻ എത്തുന്നത്? ബ്ലിസ് എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലിറ്റി സെന്റർ ആണ്. ഇവിടെ വന്ധ്യത, അതായത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആവാത്ത ആളുകളാണ് എന്നെ കൂടുതലായിട്ട് കാണാൻ വരുന്നതിൽ ഇപ്പോൾ ചിലർക്ക് PCOS എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവാം, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവാം, ഗർഭാശയ മുഴകളുള്ളവരുണ്ടാവാം, സ്ത്രീ വന്ധ്യതയുടെ അത്രയും തന്നെ പുരുഷ വന്ധ്യതയുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന്, ഇപ്പൊ ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല പക്ഷെ പ്രഗ്നൻസി ആവുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവാം. ഇങ്ങനെ ഒരു ഇൻഫെർട്ടിലിറ്റി യൂണിറ്റ് ആയതുകൊണ്ട് ഫെർട്ടിലിറ്റി പേഷ്യൻസ് ആണ് എന്നെ കൂടുതലായിട്ട് കാണാൻ വരാറ്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ ഏത് പേഷ്യൻസിന് ഏതൊക്കെ ട്രീറ്റ്മെന്റ്, അങ്ങനെ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, നിർണ്ണയിക്കുന്നത്? അത് ഓരോ അസുഖത്തിനും അതിൻ്റെതായ ഒരു പ്രോട്ടോകോള് കാണും. അതായത് ഇപ്പോൾ പുരുഷവന്ധ്യത തന്നെ, മൈൽഡ് ആയിട്ടുള്ള പുരുഷവന്ധ്യത ചിലപ്പോൾ ഗുളിക കൊടുത്ത് ട്രീറ്റ് ചെയ്ത് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇച്ചിരി കൂടെ കൂടുതലാണെങ്കിൽ IUI പോലത്തെ ചികിത്സകൾ വേണ്ടുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള പുരുഷവന്ധ്യതയ്ക്ക് IVF വേണ്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ്, ജനറ്റിക് ഇവാലുവേഷൻ വേണ്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ അസുഖത്തിനും അതിൻ്റെതായ, സ്ത്രീ വന്ധ്യതയിലാണെങ്കിലും PCODക്ക് തന്നെ പല ഘട്ടവന്ധ്യതാ ചികിത്സയുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും പേഷ്യന്റ് എവിടെ നിൽക്കുന്നു, പേഷ്യന്റ് ടൈലേർഡ് അപ്രോച്ച് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പേഷ്യന്റ് PCOD ഉള്ള ആളാണെങ്കിലും അവര് ചിലപ്പോൾ എല്ലാ ട്രീറ്റ്മെന്റും പരാജയപ്പെട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് IVF ആണ് ഓഫർ ചെയ്യുക. എന്നാൽ കല്യാണം കഴിച്ച് കുറച്ച് നാളെ ട്രൈ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വരുന്ന PCOS-നാണെങ്കിൽ നമ്മൾ ഓവുലേഷൻ ഗുളികകൾ കൊടുത്താൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ പേഷ്യന്റിനും അവർക്ക് വേണ്ട ചികിത്സ എന്താണോ, ടെസ്റ്റ് എന്താണോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാ ചെയ്യുക. ഡോക്ടർ, ഇപ്പൊ IUI IVF എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ IUIയും IVF തമ്മിലുള്ള വ്യത്യാസം എന്താണ്? IUI എന്ന് പറഞ്ഞാൽ ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. അതായത് നമ്മൾ ഹസ്ബൻഡിന്റെ ബീജം വാഷ് ചെയ്ത് അതിനകത്ത് ഡെഡ് സെൽസ് എല്ലാം മാറ്റി നല്ല സ്പേമിനെ മാത്രം വേർതിരിച്ചെടുത്ത് വൈഫിന്റെ ഓവുലേഷൻ ട്രാക്ക് ചെയ്ത് ഓവുലേഷൻ ആണെന്ന് സ്കാനിൽ ഉറപ്പുവരുത്തിയിട്ട് ബീജം ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന ചികിത്സയാണ് IUI. അതായത് നോർമൽ ഇന്റർകോഴ്സിൽ വെജൈനലി ഡെപ്പോസിറ്റഡ് ആവുന്ന സ്പേം വെജൈനയ്ക്ക് പകരം യൂട്രസിന്റെ അകത്ത് വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് IUI കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ IUI ഫലപ്രദം ആവണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് പിന്നെയും ഓക്കെ ആണെങ്കിലേ IUI ഫലപ്രദമാവുള്ളൂ. അതായത് ട്യൂബ് ഓക്കെ ആയിരിക്കണം, എഗിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം, സ്പേമിന് എഗിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കാര്യം ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ബീജം ഗർഭപാത്രത്തിന് ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന ചികിത്സയാണ് IUI. IVF എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മാസം ഒരണ്ടം വിരിയുന്നതിന് പകരം കുറച്ചും കൂടെ എഗ് നമ്പേഴ്സ് കൂടുതലാവാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ എഗ്ഗിനെ എല്ലാം പേഷ്യന്റിനെ മയക്കിയതിന് ശേഷം, അനസ്തീഷ്യ കൊടുത്ത് മയക്കിയതിന് ശേഷം പുറത്തെടുത്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് ഇൻക്യുബേറ്ററിൽ വെച്ച് ബീജമായിട്ട് സങ്കലനം ചെയ്ത് ഭ്രൂണമാക്കിയിട്ട് ആ ഭ്രൂണത്തിനെ ഗർഭപാത്രത്തിനകത്ത് വെച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഈ കാര്യം ചെയ്യുമ്പോൾ
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഈ പേഷ്യന്റിന്റെ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടോ, ഇവരുടെ ട്യൂബ് ഫങ്ഷണൽ അല്ലാത്തതുകൊണ്ടാണോ ഇത്രയും നാളും പ്രഗ്നൻസി ആവാതിരുന്നത്, അതോ സ്പേമിന്റെ ഫെർട്ടിലൈസേഷൻ ഭ്രൂണമാക്കാനുള്ള പൊട്ടൻഷ്യൽ കുറവാണോ, ഇതെല്ലാം നമുക്ക് IVF-ലൂടെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പേഷ്യന്റിന് ഡയറക്റ്റ് ആയിട്ട് IVF ചെയ്യേണ്ട കാര്യമില്ല. അൺലെസ് സ്പേമിന്റെ നമ്പറൊക്കെ വളരെ കുറവല്ലാത്ത ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് IVF ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നാച്ചുറലി ഗർഭധാരണം നടക്കുന്നത് തന്നെയാണ് എപ്പോഴും അഭികാമ്യം. പക്ഷെ അങ്ങനെ നടക്കാത്ത സിറ്റുവേഷൻസിൽ റിസോർട്ട് ചെയ്യാവുന്ന ഒരു മാർഗമാണ് IVF. ഓക്കെ, ഇപ്പൊ ഈ IVF പറഞ്ഞ പോലെ തന്നെ ICSI എന്നൊരു ട്രീറ്റ്മെന്റ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ സെലക്ഷനെയാണ് കുറച്ചുകൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് രണ്ടും പ്രൊസീജിയർ, പേഷ്യന്റ് അണ്ടർഗോ ചെയ്യുന്ന പ്രൊസീജിയർ രണ്ടിലും ഒന്ന് തന്നെയാണ്. പക്ഷെ ലാബില് IVF ലാബിന്റെ ഉള്ളിൽ നടക്കുന്ന വ്യത്യാസമാണ് IVF-നെയും ICSI-യെയും വ്യതിയാനപ്പെടുത്തുന്നത്. അപ്പൊ IVF-ല് നമ്മൾ ഒരു എഗ്ഗിന്റെ ചുറ്റും കുറേ ബീജങ്ങളെ നിക്ഷേപിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. 18 മണിക്കൂർ വെയിറ്റ് ചെയ്യും ഫെർട്ടിലൈസേഷൻ സ്വാഭാവികമായി നടക്കാനായിട്ട്. ICSI-ല് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആയിട്ട് നമ്മൾ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യും. അതായത് എംബ്രിയോളജിസ്റ്റ് ഒരു സ്പേമിനെ ചൂസ് ചെയ്ത് ആ സ്പേമിനെ എഗ്ഗിന്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇതാണ് ICSI. അപ്പോൾ ഏതൊക്കെ പേഷ്യന്റിനാണ് ICSI വേണ്ടതെന്നും ഏതൊക്കെ പേഷ്യന്റാണ് IVF പറ്റുന്നതെന്നും സയന്റിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ അത് പേഷ്യന്റ് പ്രൊഫൈൽ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഡോക്ടർ, എന്താണ് പീസോ ICSI എന്ന് പറയുന്നത്, ആ ഒരു ട്രീറ്റ്മെന്റ്? പീസോ ICSI എന്ന് പറയുന്നത് നമ്മൾ ഒരു അണ്ടകോശത്തിനെ ഹോൾഡ് ചെയ്യുന്നത് പ്രഷർ വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു സെല്ലല്ലേ ഉള്ളൂ, അതിന് ഈ പ്രഷർ വ്യത്യാസങ്ങളൊക്കെ അതിന്റെ ഒരു സ്റ്റെബിലിറ്റീനെയൊക്കെ ബാധിക്കാം. അപ്പോൾ പീസോ കറണ്ട് വെച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ പുറത്തുള്ള പ്രഷർ കുറവാണ്. അപ്പോൾ അണ്ടം തീരെ കുറവുള്ള ആൾക്കാർ, കുറച്ചും കൂടെ പ്രായമുള്ള സ്ത്രീകൾ, അവരിലേക്ക് പീസോ ICSI ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ പ്രഗ്നൻസി റേറ്റ് കിട്ടാറുണ്ട്. ഓക്കെ, ലാപ്രോസ്കോപ്പി കേട്ടിട്ടുണ്ട്, ആ ഒരു ട്രീറ്റ്മെന്റ് അത് ആർക്കൊക്കെയാണ് ചെയ്യുന്നത്? ലാപ്രോസ്കോപ്പി ട്രീറ്റ്മെന്റ് ഒരു സർജറിയാണ്. അത് നമ്മൾ വയറിന്റെ ഉള്ളിലേക്ക് ക്യാമറ ഇടുകയും ഇൻസ്ട്രുമെന്റ് കീ ഹോൾ സർജറിയാണ് ലാപ്രോസ്കോപ്പി. അത് ഫെർട്ടിലിറ്റിക്ക് വേണ്ടി നമുക്ക് യൂട്രസ് ഓക്കെ ആണോ, ട്യൂബ് ഓക്കെ ആണോ, അല്ലെങ്കിൽ യൂട്രസിൽ മുഴകളുണ്ട് അത് നീക്കം ചെയ്യാനായിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ട്യൂബിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ട്യൂബ് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു, അത് തിരുത്താൻ പറ്റണതാണോ തിരുത്താൻ പറ്റാത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ പ്രസവം നിർത്തിയ സ്ത്രീകൾക്ക് ലാപ്രോസ്കോപ്പി വഴി ട്യൂബ് വീണ്ടും തിരിച്ചൊട്ടിക്കാം. ഇങ്ങനെ ഇതെല്ലാം ഓരോ പേഷ്യന്റിന് എന്താണോ വേണ്ടത്, എല്ലാവർക്കും വന്ധ്യതാ ചികിത്സയിൽ ലാപ്രോസ്കോപ്പി വേണ്ട. അത് വേണ്ടുന്നവർക്ക് മാത്രം ചെയ്യാനുള്ള ഒരു സർജിക്കൽ ടെക്നിക്കാണ് ലാപ്രോസ്കോപ്പി. അതേപോലെ ഡോക്ടർ, നമ്മളിപ്പോ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു സക്സസ് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അമ്മയുടെ പ്രായമാണ്. അതായത് സ്ത്രീകളുടെ ഏജ് ആണ് ഇൻഫെർട്ടിലിറ്റിയിൽ. ഇപ്പൊ സ്വാഭാവികമായ ഗർഭധാരണ ആണെങ്കിലും IUI-ലൂടെയുള്ള ഗർഭധാരണ ആണെങ്കിലും IVF-ലൂടെ ആണെങ്കിലും നമുക്കിപ്പോ ഒരു 30 വയസ്സിൽ താഴെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 30-നും 40-നും ഇടയിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 40-ന് മേലെയുള്ള വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് എങ്കിൽ പ്രഗ്നൻസി റേറ്റ്സ് എല്ലാ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റിലും ബെറ്റർ 30-ന് താഴെയുള്ള ആളുകളിലായിരിക്കും. അതിനേക്കാളും സ്ലൈറ്റ്ലി ലോവർ ആണ് 30-നും 40-നും ഇടയിൽ. 40 കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലോ ആണ് പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത. അപ്പോ സ്ത്രീകളുടെ പ്രായം തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമൈനിങ് ഫാക്ടർ. ഇപ്പോൾ എഗ് ഫ്രീസിങ്ങിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് എഗ് ഫ്രീസിങ്, അല്ലെങ്കിൽ അത് ആർക്കൊക്കെയാണ് ചെയ്യാനായിട്ട് പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയുടെ പ്രായമാണ് പ്രഗ്നൻസി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ഇപ്പൊ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പാർട്ട്ണർ ഇല്ല, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു കുട്ടീനെ സ്വീകരിക്കാനോ അതിനെ വളർത്താനോ അതിനുള്ള കമ്മിറ്റ്മെന്റ് എടുക്കാനോ തയ്യാറല്ല. അറ്റ് ദ സെയിം ടൈം യു ആർ വറീഡ്, നിങ്ങളുടെ പ്രായം കടന്നു പോകുമ്പോൾ പ്രഗ്നന്റ് ആവാൻ നിങ്ങളുടെ സ്വന്തം കുട്ടീനെ കിട്ടാനൊക്കെയുള്ള സാധ്യത കുറയുമെന്നുള്ളത്. അങ്ങനെയുള്ളവരാണ് എങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സോഷ്യൽ എഗ് ഫ്രീസിങ്. സോഷ്യൽ എഗ് ഫ്രീസിങ് നമ്മൾ IVF ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് എഗ് എടുത്ത് ലിക്വിഡ് നൈട്രജനിൽ ഫ്രീസ് ചെയ്ത് വെക്കും. അത് നമുക്ക് ഇന്ത്യയിലെ നിയമം എത്ര കാലം വരെ വേണമെങ്കിലും എഗ് ഓക്കെ ആയിട്ടിരിക്കും. ഇന്ത്യയിലെ നിയമപ്രകാരം 10 വർഷം വരെയാണ് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഓക്കെ, പലർക്കും ചിലപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ജോലിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം കരിയറിൽ ഫോക്കസ് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈവൻ ഒരു ബെറ്റർ ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു ഘട്ടത്തിലും നമുക്ക് എഗ് ഫ്രീസിംഗുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ IVF ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് 100% റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണോ? IVF എന്നല്ല, ഒരു തരത്തിലുള്ള വന്ധ്യതാ ചികിത്സയ്ക്ക് 100% നമുക്ക് സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല. ബേസിക്കലി പ്രഗ്നൻസി എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പോൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ എന്ത് വളരണം എന്നുള്ളത്
പ്രകൃതിയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ IVF ചെയ്ത് നല്ല ഭ്രൂണം ഉണ്ടാക്കി നല്ല ലൈനിങ്ങിൽ കൊണ്ട് വെച്ചു കൊടുത്താലും ഇത് വളരാൻ ക്ഷമതയുള്ള കുട്ടിയാണോ, ഈ കുട്ടി ഈ ലൈഫിനോട് അഡാപ്റ്റബിൾ ആണോ എന്നൊക്കെ യൂട്രസ് ടെസ്റ്റ് ചെയ്ത് സിഗ്നലിംഗ് മോളിക്യൂൾസും പാത്വേസും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ അതിനെ പ്രഗ്നൻസി ആവാൻ അനുവദിക്കുള്ളൂ. അതുപോലെ പ്രഗ്നൻസി ആയാലും ചിലപ്പോൾ ചില ഭ്രൂണങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിനൊക്കെ റിജക്ട് ചെയ്യാനുള്ള മെക്കാനിസം യൂട്രസിനുണ്ട്. അപ്പൊ പലപ്പോഴും IVF ചെയ്താലും ചിലപ്പോൾ പിടിച്ചോളണം എന്ന് തന്നെ ഇല്ല, ഇംപ്ലാന്റേഷൻ നടന്നോളണം എന്നില്ല. അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നാലും അബോർഷൻ ആവാനുള്ള സാധ്യതയും സാധാരണ ഗർഭം പോലെ തന്നെ IVF-നും ഉണ്ട്. അതുപോലെ തന്നെ ട്യൂബിൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യതയും IVF-ലുണ്ട്. അപ്പം നമുക്ക് പ്രഗ്നൻസി ആവാൻ IVF കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ സാധാരണ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് നമ്മൾ IVF തന്നെ കാണാറുണ്ട്. സാധാരണ ഗർഭകാലവും IVF-ന്റെ ആ ഒരു ട്രീറ്റ്മെന്റിലൂടെയുള്ള ഗർഭകാലവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? IVF ഗർഭം നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ അതിൽ കുറച്ച് സപ്പോർട്ടിങ് ആയിട്ടുള്ള മരുന്നുകൾ പേഷ്യന്റ് കഴിക്കുന്നുണ്ടാവും. കുറച്ചും കൂടെ സാധാരണ ഗർഭിണികൾ ഇപ്പോൾ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ ഗുളികയും 3-ാം മാസം മുതൽ അയണും കാൽഷ്യവും മാത്രമേ ചിലപ്പോൾ സപ്ലിമെന്റേഷൻ കാണുള്ളൂ. പക്ഷെ IVF-ലൂടെ ഗർഭം ധരിക്കുന്നവർക്ക് IVF-നെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊജസ്ട്രോൺ മരുന്നുകളൊക്കെ ഒരു 8 മുതൽ 9 ആഴ്ച വരെ കൂടുതലായിരിക്കും. 9 ആഴ്ച കഴിഞ്ഞ് മറുപിള്ള ഫോം ചെയ്ത് കഴിഞ്ഞാൽ 2 ഗർഭങ്ങളും ഒരുപോലെ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുക. അപ്പം കൂടുതൽ കുത്തിവയ്പ്പുകളൊക്കെ ആദ്യത്തെ ഈ 9 ആഴ്ചയിലേ കൂടുതൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മള് ഗർഭം ധരിക്കുന്ന ആൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ അവരുടെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവുമല്ലോ. അതിപ്പോ സാധാരണ ഗർഭിണികളും കഴിക്കുന്നുണ്ടാവും, IVF-ലൂടെ ഗർഭം ധരിച്ച അമ്മമാരും കഴിക്കുന്നുണ്ടാവും. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഡോക്ടർ സിമി മോഹൻദാസ് നമുക്ക് പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.